കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ നിന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ വെങ്കല ശില്പം കാണാം, ഗരുഡൻ്റെ, അതേപോലെ കുചേലൻ്റെ ശില്പവും കാണാം. അതൊക്കെ അങ്ങനെ കണ്ട് നമ്മളിങ്ങനെ എടത്തരികത്തുകാവ് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്താം. അത്തിമര ക്ഷേത്രത്തിലെത്തിയിട്ട് ഗണേശനെ കണ്ട് തൊഴാം. അങ്ങനെ ഗണേശനെ തൊഴുത് സർവ്വവിഘ്നങ്ങളും അകറ്റാനായിട്ട് പ്രാർത്ഥിക്കുക. എടത്തരികത്തുകാവ് നാളെയാണ്, അപ്പോൾ അതാണ് പെട്ടെന്ന് വന്നത് താലപ്പൊലി. അങ്ങനെ അത് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ വന്ന് തൊഴുത് നേരെ നമ്മൾ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും അതേപോലെ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ ഇങ്ങനെ കാണാം. അതൊക്കെ കണ്ട് വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതുവശത്തുള്ള പീഠം കാണാം, മേൽപ്പത്തൂരിൻ്റെ പീഠം. അതേപോലെ കെടാവിളക്കും വലതുവശത്തെ ആദ്യത്തെ തൂണ് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന തൂണ് നോക്കിയിട്ടും ഒന്ന് മനസ്സിൽ സ്മരിക്കുക നരസിംഹത്തെ. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആകെ പ്രകാശമാണ്. എന്നും പ്രകാശമാണ്, ഇന്നും കൂടുതൽ പ്രകാശമുള്ള മാതിരി തോന്നുന്നു. എന്താ വെച്ചാൽ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പാളത്താറ് പോലെ പട്ടിങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തണ. അപ്പോൾ കുറച്ച് വലിയ ആളാണ്. അങ്ങനെ നോക്കിയാൽ അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്, പിന്നെ ഇങ്ങനെ മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു തിലകം കൊണ്ടുള്ള പോലത്തെ മാല, അങ്ങനെ ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായിട്ട് ചതുർബാഹുവായിട്ടാണ്, 4 തൃക്കൈകളോടും കൂടി മഹാപ്രഭുവായിട്ട് ഗുരുവായൂരപ്പനായിട്ട് തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ നിന്ന് നിൽക്കുന്നത്. അതാണ് അത്ര തിളക്കം. മുഖത്തേക്ക് നോക്കിയാൽ എന്തൊരു പുഞ്ചിരിയാണെന്നറിയോ, നല്ല പുഞ്ചിരി. അങ്ങനെ ആ കൈകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശംഖ്, ചക്രം അത് 2 സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണുന്നത് ഗത ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, വലിയൊരു ഗത. അതേപോലെ തന്നെ പത്മം, അതിങ്ങനെ നല്ലൊരു താമരപ്പൂവ് കൊടുത്തിട്ടുണ്ട്. താമരപ്പൂവ് തന്നെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ശംഖ്, ചക്ര, ഗതാപത്മത്തോടു കൂടി പൊന്നിൻ്റെ കിരീടം അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ തിരുമുടിമാല 3 ഉണ്ട്. എങ്ങനത്തെ വെളുത്ത പൂവും തെച്ചിയും കൂടി ഒന്നുള്ളതും, വെളുത്ത പൂവും തെച്ചിയും തുളസിയും ഒന്നുള്ളതും, അങ്ങനെ തന്നെ വെളുത്ത പൂവിൻ്റെ തെച്ചിയും തുളസിയിട്ടുള്ളതും, അങ്ങനെ 3 തിരുമുടിമാല ഉണ്ട്. പിന്നെ നോക്കിയാലോ ഉണ്ടമാല 1 എണ്ണം, അതിങ്ങനെ വനമാല പോലെ, അതായത് തെച്ചി ധാരാളം, തുളസി ധാരാളം, വീണ്ടും തെച്ചി, വീണ്ടും തുളസി, അങ്ങനത്തെ ഒരു നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ ചെവിപ്പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്, ഗോപീതിലകം തൊട്ടിട്ടുണ്ട്. പുഞ്ചിരിക്കാണ് ഗുരുവായൂരപ്പൻ്റെ ആ പുഞ്ചിരിയാണ്, എല്ലാവരെയും പുഞ്ചിരിച്ച് മയക്കുന്ന ആ പുഞ്ചിരിയാണെന്ന്. ആ ഉണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി അങ്ങോട്ട് എടുത്ത മാതിരി തന്നെയാണ്, നല്ല പുഞ്ചിരിയാണ്, നല്ല രസമായിട്ടാണ് കാണണം. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും തൊഴുതോളൂ, പ്രാർത്ഥിച്ചോളൂ. ഗുരുവായൂരപ്പൻ തന്നെയാണ് കളഭം കൊണ്ടുള്ള അലങ്കാരത്തിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷമായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കണ്ട് തൊഴുക, പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇങ്ങനെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ആ തിടപ്പള്ളി, അതേപോലെ തന്നെ ആലിലെ കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഗണേശൻ്റെ അടുത്തേക്ക് വരിക, ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെയും തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ
ചെറിയ ഗണേശനെ കണ്ട് തൊഴാം, തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ആ വരാഹത്തിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കിയാൽ നമ്മുടെ വെണ്ണക്കണ്ണൻ, അതായത് കുറൂരമ്മേനെയും വെണ്ണക്കണ്ണനെയൊക്കെ ഇങ്ങനെ കാണാം. അത് കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് നമ്മളിങ്ങനെ വന്ന് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴുക. അങ്ങനെ തൊഴുത് ആ കാൽപാദത്തിൻ്റെ അവിടെ ഒന്ന് തൊഴുതാൽ അതിന് ശേഷം ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കാണാം. അങ്ങനെ കണ്ട് ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് അങ്ങോട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നരസിംഹത്തിൻ്റെ ഉഗ്രരൂപിയായ നരസിംഹത്തെ കണ്ട് തൊഴാം. പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും പരശുരാമനെയും ഒക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം, മുരുകനെയൊക്കെ കണ്ട് തൊഴാം. അതിന് ശേഷം ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപമൊക്കെ കണ്ട് വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് പൂവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരമൊക്കെ കണ്ട് തൊഴാം. പിന്നെ നൃത്താറയും മണിക്കിണറും കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയും ആ ഉണ്ണീനെയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് നേരെ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അടുത്ത് വന്ന് ഭഗവതിയെ കണ്ട് തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നാളെപ്പോൾ അമ്മയുടെ പിള്ളേർ താലപ്പൊലിയാണ്. അപ്പോൾ എല്ലാവർക്കും ആ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ. അങ്ങനെ തൊഴുത് നമ്മൾ ആ കോർണറിലെത്തിയിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതിനുശേഷം അവിടെ നിന്ന് പ്രദക്ഷിണം ചെയ്ത് ഇങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ മഹാപ്രഭുവിനെ ഗുരുവായൂരപ്പനെ വീണ്ടും കണ്ട് തൊഴുത് നമസ്കരിക്കാം. വീണ്ടും നമ്മൾ കൂത്തമ്പലത്തിലും അയ്യപ്പൻ്റെ അവിടെയൊക്കെ വന്ന് തൊഴാം. അയ്യപ്പൻ്റെ അവിടെ വന്ന് തൊഴുമ്പോൾ പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ നടയിലെത്തിയിട്ട് ദീപസ്തംഭത്തിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് അങ്ങനെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ വന്ന് നാരായണാലയത്തിൽ വന്ന് ഭഗവാന്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തെ ഒന്ന് കണ്ട് തൊഴുത് നമ്മൾ ഭഗവതി നടയിലും അതേപോലെ തന്നെ നേരെ ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴാം. പിന്നീട് നമ്മൾ തെക്കേ നടയിലേക്ക് വന്നിട്ട് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയൊക്കെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് വീണ്ടും നമ്മൾ ആ പ്രദക്ഷിണം പൂർത്തിയാക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.